വിവാദങ്ങൾക്കിടെ ചേർന്ന കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. അടിയന്തര പ്രമേയ ചർച്ച തള്ളിയതോടെ പ്രതിപക്ഷ പ്രതിഷേധമുയർന്നു. UDF പ്രതിഷേധത്തിന് കൌൺസിലർ കലാരാജു പിന്തുണ പ്രഖ്യാപിച്ചു. UDF കുതിരക്കച്ചവടം നടത്തുകയാണ് എന്നായിരുന്നു LDFന്റെ ആരോപണം. ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പങ്കുണ്ടെന്നാരോപിച്ച് മാത്യു കുഴൽനാടനും രംഗത്തെത്തി. കഴിഞ്ഞ മാസം 18-ന് കൂത്താട്ടുകുളം നഗരസഭയിലുണ്ടായ നാടകീയ സംഭവങ്ങളുടെ തനിയാവർത്തനമായിരുന്നു ഇന്ന് ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിലും അരങ്ങേറിയത്. പ്രതിഷേധത്തിൽ UDFനൊപ്പമായിരുന്നു കലാരാജുവും. എടുക്കുന്ന തീരുമാനങ്ങൾ ന്യായമെങ്കിൽ UDFനൊപ്പം നിൽക്കുമെന്ന കലാരാജു. UDF എടുക്കുന്ന തീരുമാനം ന്യായവും ഉചിതവുമാണെങ്കിൽ അവരോടൊപ്പം പോകുന്നതിൽ എന്താ തെറ്റ്? ജനാധിപത്യം ഇന്ന് നിങ്ങൾ കണ്ടല്ലോ, പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ന്യായം. നമ്മൾ ആ സമയത്ത് നമ്മൾ ന്യായമായിട്ടുള്ള നമ്മൾ അംഗീകരിച്ചിരിക്കും. നഗരസഭാ ചെയർപേഴ്സണെതിരെ UDF കൌൺസിലർ ബോബൻ വർഗീസ് അശ്ലീല പരാമർശം നടത്തിയെന്നാരോപിച്ച് LDF അംഗങ്ങളും പ്രതിഷേധിച്ചു. നിയമ നടപടി സ്വീകരിക്കാനാണ് LDF നീക്കം. സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം വളരെ മോശമായ രീതിയിലുള്ള വാക്കുകൾ സംസാരിച്ചു തുടങ്ങി. നിയമ നടപടി സ്വീകരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കൗൺസിലർ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയാണ് ലംഘിച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ലംഘിച്ചാണ് അദ്ദേഹം ഒരു സ്ത്രീക്കെതിരെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. കൌൺസിൽ യോഗത്തിന് ശേഷം മാത്യു കുഴൽനാടൻ MLA കലാരാജുവിനൊപ്പം പത്രസമ്മേളനവും നടത്തി. കലാരാജുവിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ASP റിപ്പോർട്ട് കൊടുത്ത് ഇത്രയും സമയമായിട്ടും ആ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാത്തതിന് പിന്നിൽ CPMന്റെ ഉന്നത നേതൃത്വവും ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയുമാണ്. ഭരണ പ്രതിപക്ഷ ബഹളത്തിനിടെ 30ഓളം അജണ്ടകളും കൌൺസിൽ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പിൽ കലാരാജുവും ഒപ്പിട്ടു. മീഡിയ 1 ഇടുക്കി.